കുറച്ച് ദിവസമായി നമ്മളെ ഫാമിലെ ഗപ്പികളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വീണ്ടും ഗപ്പികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മെയിൽ കുറവാണ്, ഫീമെയിൽ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടില്ല, നല്ല അത്യാവശ്യം നല്ല സൈസ് ആയത്. പിന്നെ നമ്മൾ വളർത്തുന്നത് മിക്സഡ് ഗപ്പികളാണ്. എല്ലാ നല്ല ബ്രീഡ് ഗപ്പികളിലും മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ഗപ്പികളാണ് കേട്ടോ. നമുക്ക് അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ മിക്സഡ് ഗപ്പികളാണ്. എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്, എന്നാൽ നല്ല ബ്രീഡിന് കൊടുക്കുന്ന അത്ര വില വരുന്നില്ല. അപ്പോൾ ഈ ടാങ്കിലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തൊരു ടാങ്കാണ്. ഇത് സെറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതിൽ നല്ല മെയിലിന് ഫീമെയിലിന് ഇട്ടിട്ട് ഇതിലായി വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടില്ല, ഇതൊക്കെ നല്ല മിക്സഡ് ആണെങ്കിലും നോക്ക് നല്ല ബ്രീഡിന്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചിലക്ക് നല്ല ഭംഗിയുണ്ട്. ഫീമെയിലിന്റെ ഒക്കെ വലുപ്പം നോക്ക്, നല്ല വലിയ ഫീമെയിലൊക്കെ ഉണ്ട്. പിന്നെ ഈ ടാങ്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇതിലും ഉണ്ട്. അപ്പൊ എല്ലാത്തിലും വീണ്ടും ഗപ്പികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഗപ്പി ഒരു ഓഫറിൽ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇഷ്ടം പോലെ ആളുകൾ നമ്മളോട് ഗപ്പിയൊക്കെ ചോദിച്ചു വന്നിരുന്നു. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വയനാട്ടിലാണ് കുറെ ആളുകൾ വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പം തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം അങ്ങനെ മറ്റ് ജില്ലയിൽ നിന്നാണ് ഇഷ്ടം പോലെ ആളുകൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ കുറെ ആൾ മെസ്സേജ് ചോദിച്ചു നമുക്ക് ഗപ്പി തരുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കിത് കൊറിയർ ചെയ്യാൻ പറ്റൂല, ആ ഒരു പ്രശ്നം വന്നുപോയി. ഇത്രയും ലോങ് ആയതുകൊണ്ട് അങ്ങനെ കുറെ ആൾക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറെ ചോദിച്ചിട്ടുണ്ട് എന്നോട് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്ക് പ്രശ്നം ഫാമിൽ ഇഷ്ടം പോലെ പണികൾ, നമ്മൾ എല്ലാം വളർത്തുന്ന കൂട്ടത്തിലാണ് മീൻ വളർത്തലും ചെയ്യുന്നത്, ഗപ്പിയും ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇതിനായിട്ട് ഒരു സമയമില്ല. ഞങ്ങൾ ഇവിടുന്ന് ലൈഫ് ഫിഷൊക്കെ ഇങ്ങനെ നമ്മൾ കൊറിയർ ചെയ്യണേ തന്നെ കൽപ്പറ്റ എന്ന സ്ഥലത്തേക്ക് പോകണം. പിന്നെ അതിനൊക്കെ ഒരു ടൈം വേണം. അതുകൊണ്ടാണ് എല്ലാവരും കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇതാണ്, ഈ കൊറിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വേറൊരു പ്രശ്നമല്ല. അപ്പൊ ഇവിടെ വന്ന് കുറെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഓഫറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ഓഫറായിട്ട് ഗപ്പി കൊടുക്കുന്നുണ്ട്. അന്ന് നമ്മൾ 6 രൂപയായിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾ കുറച്ച് റേറ്റ് മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് സീസണായി വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ റേറ്റ് മാറ്റം ഇപ്പൊ 10 രൂപ കേട്ടോ. ഈ കാണുന്ന നല്ല മെയിലിന് ഫീമെയിലിനൊക്കെ നമ്മൾ 10 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇന്ന് മീൻ വാങ്ങിക്കാനായിട്ട് നമ്മളെ ഫാമിലി ഒരാൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ആള് നമ്മളെ കെങ്ങന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞു. ഇവന്റെ പേരെന്താ? അമീൻ വെമ്പാനി എന്നാട്ടവന്റെ പേര്. അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് മീൻ വേണ്ടത്? 40 രൂപയ്ക്കാ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓഫറിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. ആദ്യം നമ്മൾ 6 ആയിരുന്നു, ഇപ്പൊ 10 ആയിട്ടുണ്ട്. ഇപ്പൊ 4 മീൻ എത്ര കേട്ടോ. അപ്പൊ 2 മെയിലും 2 ഫീമെയിലും നമുക്ക് ഇവനെ പിടിച്ചു കൊടുക്കാം. നല്ല കറക്റ്റ് ആയിട്ട് നല്ല സെറ്റ് ആക്കി തന്നെ പിടിച്ചു തരാം കേട്ടോ. വേഗം നമുക്ക് എന്ത് ചെയ്യാം, അവന് പിടിച്ചു കൊടുക്കാം. അതാ ആ കുളത്തുനിന്ന് ഏതെന്നാണ് പിടിച്ചു തരാം. എന്നാ വേണ്ടേ? അതൊന്ന് സെലക്ട് ചെയ്യണം. അതാ നമുക്ക് അതിന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാ കൊടുക്കുന്ന കവറിലിട്ട് നമ്മളെ പെറ്റ് ഷോപ്പിലാണ് ഉള്ളത് കവറൊക്കെ. എന്തൊക്കെ അത് നമുക്ക് ഫ്രീ കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ഇവന് 4 മീനാ കൊടുക്കേണ്ടത്. നമ്മൾ 5 മീനും എങ്ങ പറഞ്ഞ ചെറിയ കുട്ടീനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കവർ നമ്മൾ പെറ്റ് ഷോപ്പിലായി പോയിട്ട് അതിൽ വേറെ കവർ തരുമായിരുന്നു. പൈസ 10 തരാം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എല്ലാവരും വരും, നമ്മുടെ ഫാമിലി നേരിട്ട് വന്നാൽ എല്ലാവർക്കും ഗപ്പി കൊണ്ടുപോവാ. നമ്മൾ പറഞ്ഞ ഓഫർ റേറ്റ് ഇപ്പൊ 10 രൂപയാണ്.